ചിന്മയൻ ഈശ്വരന് മറ്റുണ്ടാകുമോ സീത നിമിത്തമാമൾ ആത്മജ്ഞരായോർക്കു സുഹൃത്തമവൻ ത്രിലോകബന്ധുക്കളുമറ്റ ചിന്മയൻ അല്ലായില്ല സ്വീകൃതമാകും പൂജിക്കുമോ ലക്ഷ്മണനെ ത്യജിക്കുമോ രൂപം കുലം ജാതി വാക്കും അലോർത്തി വിദ്യുജനമോദകാരം ആണെങ്കിൽ ഉച്ചകളിൽ സഖാക്കളായി വരുമോ ശ്രീപതി ലക്ഷ്മണാഗ്രജൻ സുരാസുരന്മാർ നരന്മാരാകി രാഘവനെ ഭജിക്കുക കൃതജ്ഞനായി ഭഗവാനായ അയോധ്യാപുരത്തിന്റെ പോലെ അണച്ചിടും ശിവം ഏവയ്ക്കും പുരുഷവർഷത്തിങ്കലാവാനരോത്തമൻ ദിവനക്ഷനാം സത്യവ്രതൻ ശ്രീരാമചന്ദ്രനെ പാടിയും പറ്റാൽ ഭജിക്കുന്നു നിരന്തരം ശ്രീരാമചന്ദ്രചരിതം അത്ഭുതം കേട്ടിടും നരൻ സർവപാപങ്ങളും തീർന്നു രാമസാലോക്യമാർക്കും കിരൺമയാദിവർഷവർണ്ണനം എന്ന 10-ാം അധ്യായം ദേവി കടക്ഷണം അത് 13-ാം അധ്യായ ശ്രീനാരായണ ഭാരതാഭിത വർഷത്തിൽ ജ്ഞാനാദിവ പുരുഷ സ്തുതി ചെയ്യുന്നു ഭവാൻ താനെന്ന തപസമേന്ദ്രിയമാം നിരഹങ്കാരമതിയായി ദരിദ്രന്മാർക്ക് ധനമായി മുനികൾക്കോ ആത്മരാമാധിപതിയായി സാക്ഷാൽ പരമഹംസനായി വർത്തിക്കുന്ന ശ്രീ ഗുരു ദൃശ്യങ്ങളുടെ ദോഷമേഴാത്ത സാക്ഷിയായി വർത്തിച്ചിടും ചെൽക്കരൂപനെ തുഴാം കതിച്ചു യോഗേശി ഹിരണ്യഗർഭ നിസർമ്മർദ്ദയോഗം മരണം പരമ്പരം അണയ്ക്കണം നിർഗുണനാം മഹിഷന് ജഡാഭിമാനത്തെ വെടിഞ്ഞു ചിത്തം കളത്രപുത്രാദി കുതിച്ചേഹത്തിലും പരത്തിലും ഭോഗസുഖത്തെ ഓർപ്പാൻ ജഡം ശരീരം പിടിയാൻ ഞാൻ മടിക്കുവാ വിദ്വാന്തയത്വം സകലം നിരർത്ഥകം നിന്മായയാൽ കുൽസിതമി ജഡത്തിൽ ഞാനെനിക്കെങ്ങനെ ദുർഭിതം ഭ്രമം ഭേദിക്കുവായുധമുന്ന യോഗമിങ്ങേകിലേ ഹേ ഭഗവാൻ സ്വഭാവം സർവസാരം കണ്ടറിഞ്ഞ സാക്ഷാൽ നാരദനാംശി സദാ വാഴ്ത്തുന്നു ഭഗവാൻ നാരായണനെ ഈ വിധം ശൈലങ്ങളും നദികളും ഞാൻ അവയെ കേട്ടുകൊണ്ടാലും ശ്രദ്ധയുത്ത് നീ മലയം മംഗളപ്രസ്ഥം സഖ്യ പർവ്വതം ത്രികുടം കൂടകം കൊല്ലമംശവം പർവ്വതം ഋഷിമുഖം വികടാതി മഹേന്ദ്രം വാരിദാരവം ശ്രീശൈലം വിദ്യനും മുക്തി വൃക്ഷാഖ്യശൈലവും പാരിയാത്രം ചിത്രകൂടം ദ്രോണം ദൈവതകാതിവന്ദനം കാമഗിരി കകുഭം നീലപർവ്വതം ഇന്ദ്രകീലം ഗൗരമുഖമേവം മറ്റുമുണ്ട് നീ പുണ്യമേറും പർവ്വതം എന്റെ മറ്റുണ്ടവയിൽ നദികൾ മുലയിപ്പാനും സ്നാനം ദർശനോസ്തുതിയും കൊണ്ട് കേവലം നശ്മശേഖവാന്മാർക്ക് മോവിതം പവജാലവും താമ്രപർണേ ചന്ദ്രവശകൃതമാന പടോ
മേനാവിധ പയസിനി തും കബദ്രയും അശകരാവർത്തക പയുഷ്ണിക ഗോദാവരി കൃഷ്ണവേണി നിത്യായ സരസ്വതി താപിയും ഭീമരതിയും നർമ്മദ സിന്ധുവും ചർമ്മനദിയമന്ധ ശൂഷണനദങ്ങളും ഋഷികുലാഖ്യമുന വേദസ്മൃതി മഹാനദി കൗശികി നദി പിന്നെ മന്ദാകിനി കൃഷ്ണദ്രി സരയു ഗോമതികളും മരുദ്രി വിദസ്തയും സുശോഭ ഗോദാവതിയും ചന്ദ്രഭാഗ അസ്കിനിയും വിശ്വയും സപ്തപതിയും ഭാരതത്തിലെ ആകുകൾ സത്വാദിയ സുശകർമ്മം കൊണ്ടാ നാട്ടിൽ പിറന്നു സ്വർഗീയ ഭൗമനരകഭോഗങ്ങളെ ഭുജിച്ചിടൂ. ഓരോരുത്തർക്കും എവിടെയുണ്ടാം ഭോഗം പലതരം പരമാശ്രമാനുഷ്ഠാനത്താൽ മോക്ഷം സംഭവിച്ചിടും. ആ വർഷത്തിൽ കാര്യസിദ്ധിക്കത് അതാണ് ഉത്തമമെന്നതായി ഓരോന്നു മാനവന്മാർ വേദജ്ഞനും ശീന്ദ്രനും സ്വയം പ്രസന്നൻ കരിയങ്ങു ജന്മമാണ്ടൂരിലെന്തവൻ ചെയ്തതാവോ കൊതിച്ചുതാ ഭാഗ്യം സേവയ്ക്ക് അവർ നേടിയല്ലോ. സുദുഷ്കരം സിദ്ധിക്കും ഈ സുഗതി തുച്ഛമിത്രയും സൗഭാഗ്യമീ സൗഖ്യമെന്നിയേ സ്വർഗത്തിലാൽപസുഖം ഭുജിച്ചും ജനിപ്പതേക്കാൾ അവിടെ കുറച്ച് നാൾ ജീവിപ്പതേ നല്ലതു കർമ്മമൊക്കെ തീർന്ന ശ്രീഹരിതൻ പദക്ഷണം എങ്കില്ല വൈകുണ്ഠകഥാമൃതസ്രവം തംഭജരാഭാഗവത പ്രധാനരും എങ്കില്ല വൈകുണ്ഠമഹോത്സവങ്ങളും കൊള്ളില്ല ഏകമാകിലും ജ്ഞാനക്രിയാദ്രവ്യകലാപരിപൂർണരോയി മനുഷ്യരായി പിറന്നു പിന്നെയും മോക്ഷത്തിനായി മിനക്കെടാത്ത സംസപ്തരാകുന്നു ഗഗങ്ങൾ പോലെ സമുദ്രം പല ദേവകൾക്കുമായി ശ്രദ്ധയോടും ഒരേ കേവല പൂർണ്ണനവയ അർദ്ധിച്ചത് മാത്രമേ ഏകമർദ്ദിച്ചിടെ യഥാർത്ഥ വിധത്തിൽ ഏകര നിഷ്കാമഭക്തർക്ക് അഭിലാഷം കൊടുത്തിടും. ഈ നാം ചെയ്ത പുണ്യങ്ങളിൽ മാറ്റിയാവുകയും ജനിക്കണേ ഭക്തിയുത്തേകം സുഭക്തർക്ക് അവിടെ സുഖം സ്വർഗസ്വരം ദേവന്മാർ ഭാരതത്തിന്റെ മാഹാത്മ്യം ഗതിക്കുന്നു ശിശോഭം ജംബുദ്വീപിൽ പിന്നുബന്ധീപങ്ങളും യാഗശത്തെ തേടി മുമ്പ് സാഗരന്മാർ ചുമച്ചതായി സ്വർണ്ണപ്രസ്ഥം ചന്ദ്രശുക്ലമാവർത്തനവിധം മന്ദരൂപാഹരണം പാഞ്ചജന്യം സിംഗളവണ്ണം ഉപദീപുകളിട്ടോതിന ജംബുദ്വീപിനുള്ളവയും ഭാരതവർണ്ണന എന്ന 11-ാം അധ്യായ ദേവി അത് 12-ാം ശ്രീനാരായണ
ജംബുദീപത്തിനെ ചൂഴും ശാന്തിക്കുള്ള ലക്ഷം യോജനതാൻ ജംബുദീപിന്നുള്ളോർ മാതിരി വിർവേ ജംബും ഷാരോദീം ചൂർന്നുപോ ദിലക്ഷ വിസ്തൃതം പ്രക്ഷദീപമാക്ഷരവാത്തിയേ കിടങ്ങിനെ ഭാഗ്യമനെന്നപ്പോൾ ചൂർന്നു നീക്കയാം ഗംഗാമഹേതുവാക്ഷം ജംബുസ്തം ഞാവൽ പോ പൊക്കത്തിൽ പൊടി നിറന്തൂകി നിൽപ്പൂ വൃക്ഷച്ചുവട്ടിലായി സപ്തജിഗ്വാക്യനായുണ്ട് വയ്ക്കുകയും ദീപനാഥന പ്രിയ വൃതൻ മകനായി ആ ദീപമേതായി ഭാഗിച്ചല്ലേ മക്കൾക്കും ആത്മജനായോർ മാനിക്കും യോഗജനികളാണ്ടവൾ ഭഗവത്സാസാഭ്യമാത്മയോഗത്തിനജയം അമൃതം യമക്ഷേമഭദ്രം തഥാ ശിവമിവനെയാണ് 7 വർഷമെന്നത് മുതേർവ നദിയുണ്ടേരവയിലേഴു പർവ്വതഭക്തിയും മണികൂടം വജ്രകൂടം ജ്യോതിഷ്മാനവും ഇരണിക്ഷേപം ഹിരണ്യക്ഷേപമവണ്ണം സുവർണം മേഘമാലവും വൃഷദ്വീപിലേഴും പ്രഖ്യാതങ്ങൾ അദ്രികളാണ് അരുണാപിത സാവിത്രിയും അമൃതം സുപ്രഭാതിക സത്യം പൂരാഗ്യ പുണ്യദർശനാദിയാൽ രജസ്തമസ്സുകൾ നശിച്ചുള്ളോരം സദാ ഹംസം പദം സത്യം സത്യാഗം വർണ്ണങ്ങൾ നൽകാൻ പ്രസിദ്ധിയിലുള്ളതെന്ന് ആയിരത്താണ്ട് ജീവിക്കും വിഭുതോപമാർഗത്തിൽ സ്വർഗദ്വാരാഗ്യ നൽകനേ പുരാണ പുരുഷൻ സത്യധർമ്മവേദ സ്വരൂപനായി ശുഭാശുഭാ വിഷ്ണു രൂപനാ സൂര്യനെ തുഴാം തേജസ്സുദ്ധി ശൗര്യവും മറ്റുമെല്ലാം ജന്മസിദ്ധമാണ് ലക്ഷദീപങ്ങൾ ആറെണ്ണത്തിലും തുല്യമെപ്പോഴും വൃഷദീപദീപേ സർവവശത്തും ഒരുപോലവേ ഗർഭനീരാടിച്ചിട്ടിക്കിടക്കുന്നതിന് കിടന്നിടുന്നു നാരദ ഇരുട്ടി വിസ്താരമോടും തത്തുല്യമാം തുരാവാരത്താൽ പരിവേദം ലക്ഷമ്പോൾ വലുതായുണ്ട് മഹാത്മാവാം പക്ഷിരാജൻ ഗരുഡൻ വാണിയിടുന്നതായി പ്രിയ വൃതസദൻ യജ്ഞവാക്കുവാം ദീപനായകൻ തന്നെ 7 മക്കൾക്കുമായതായ ദീപം വാങ്ങിച്ചു നൽകിയ 7 ഭാഗങ്ങൾ തൻ പേര് മോതുവാൻ കേട്ടുകൊള്ളു സുരോചനം സൗമനസ്യം രമണം ദേവവർഷം ആപ്യായനം വാരിഭദ്രം പിന്നെ വിജ്ഞാതമെന്നതും അവയിലും നദി 7 അത്രിപംക്തിയും ശതശതകം സരസവും ക്രന്ദകം വാമദേവകം പുഷ്പവർഷം കുമുദവും സഹസ്രശ്രൂതി ഇങ്ങനെ 7 അത്രികളിൽ ചൊല്ല നദീനാമങ്ങൾ നന്ദാ
കൃതികൾ ശ്രീവാൻ സരസ്വതി കുകുമം പിന്നെ രജനീയേവ ജ്ഞാതകളൊക്കെ വർഷപന്മാർ സുന്ദരൻ വസുന്ധര ശുദ്ധരൻ പിന്നെ വീരധനന്മാരിങ്ങനെ വർണ്ണങ്ങൾ പിതൃദേവന്മാർ കൃഷ്ണശുക്ലപക്ഷത്തിങ്കൽ സ്വയം സ്വരശ്മികൾ പിടിച്ച് സോമ മംഗളമേകണം ഹരേ ദേവി ഒരേ വരം മാത്രമേ ചോദിക്കാനുള്ളൊരാഗ്രഹം നിന്നിലെന്നും നശിക്കാൻ ഭക്തിവേ ഓം നമോ ഭഗവതി വസുദേവായ. ഓം ശ്രീ ലളിതാംബികായേ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. അഥ 13-ാം അധ്യായം. നാരദൻ പറഞ്ഞു, ബാക്കി ദ്വീപുകളുടെ ലക്ഷണങ്ങളും ചൊന്നുതന്നു നീ. വാചമണച്ചാലും ഇങ്ങ് സർവാർത്ഥ ദർശന. ശ്രീനാരായണൻ പറഞ്ഞു, കുശദേവിനെ ചൂഴോ ഹൃദാബ്ദി